ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിന്ന് ഒരിക്കൽ കൂടെ പഠിക്കാനും ശുശ്രൂഷിക്കാനും കേൾക്കാനും എല്ലാം കഴിയുന്നതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് തരുന്ന അവസരങ്ങളെ ഓർത്ത് എല്ലാവരും സ്തുതിച്ചാട്ടെ, പ്രാർത്ഥനയോടായിരുന്നാട്ടെ. ഇന്നത്തെ ശുശ്രൂഷ, ഇന്നത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമായിട്ട് തിരിക്കുവാനായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നൊരു സത്യമുണ്ട്. ഒരു ദൈവവചനം, ദൈവത്തിൽ നിന്നുള്ള ഒരു അരുളപ്പെട്ട വാക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ തിരിക്കുവാൻ, ഗതിയെ തന്നെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വലിയ സത്യമാകുന്നു, ശക്തിയാകുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ നന്ദി പറയുന്നു. കർത്താവ് പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുന്ന, വിവാഹത്തിനായിട്ട് ആഗ്രഹിക്കുന്ന, വിവാഹത്തിന് വേണ്ടി കർത്താവിൽ ആശ്രയിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ കർത്താവ് പൊടുന്നനെ ഒരു വിടുതൽ നൽകും. ഹല്ലേലൂയ. കർത്താവ് പൊടുന്നനെ ചില ക്രമീകരണങ്ങൾ നടത്തും. താങ്ക് യു ലോർഡ്. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ജെറി എന്നുള്ള പേർ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ജെറിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള നന്മ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. കർത്താവിനെ നിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ട് നീ മാനിക്കുന്നതിൻ്റെ നന്മ ദൈവം നിനക്ക് കാണുവാനിട വരും. ഹല്ലേലൂയ. കർത്താവെ, ഈ തൃക്കരങ്ങളിലേക്ക് ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യേ ശക്തമായിട്ട് ചലിക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഹോളി സ്പിരിറ്റ്, വി ഗിവ് യു ഫുൾ കൺട്രോൾ. വി ഗിവ് യു ഫുൾ കൺട്രോൾ. വി ഗിവ് യു ഫുൾ കൺട്രോൾ. ഹല്ലേലൂയ. വിജില. ദൈവത്തിൻ്റെതായിട്ടുള്ള ആത്മാവ് അത്ഭുതകരമായ ഒരു വിടുതലിലേക്ക് നയിക്കുവാൻ കാരണമാകും. കർത്താവ് ബലം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നപ്പോൾ ശിഷ്യന്മാർ എപ്രകാരം ബലപ്പെട്ട് എഴുന്നേറ്റുവോ അതുപോലെ ഒരു ബലപ്പെട്ട് എഴുന്നേൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് താങ്കളെ പരിശുദ്ധാത്മാവ് നയിക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവ് ഇത് ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഈ സമയത്തെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് ആദ്യം ഒരു വാക്യത്തിൽ നിന്ന് ആരംഭിക്കാം. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം പറയുന്നത്, പൊടി പണ്ട് ആയിരുന്നതുപോലെ. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഒരുപാട് വാക്യങ്ങളുണ്ട്. ഇന്ന് ഞാനിത് എത്ര തീർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ തീർത്തില്ലെങ്കിൽ പാർട്ട് 2 പാർട്ട് 3 പാർട്ട് 4 ഒക്കെ വന്നുകൊണ്ടിരിക്കും. കുഴപ്പമില്ല. പക്ഷെ നമ്മൾ തിരുവചനത്തിൽ നിന്ന് പഠിച്ചിട്ടേ നമ്മൾ മുന്നേറുന്നുള്ളൂ. പൊടി പണ്ട് ആയിരുന്നതുപോലെ. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവിനെ അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ഹല്ലേലൂയ. ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിവിടെ ആകുന്നതിന് മുമ്പേ നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരുന്നു. ഹല്ലേലൂയ. നമ്മളിവിടെ ആകുന്നതിന് മുമ്പാകെ നാം ദൈവത്തിൽ ആയിരുന്ന വ്യക്തികളായിരുന്നു. നമ്മെ ദൈവം അയച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് പെട്ടെന്ന് ഞാനൊരു വാക്യം കാണിക്കാനായിട്ട് പോവുക. ഇരമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വളരെ സുപരിചിതമായിട്ടുള്ള വേദഭാഗമാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇങ്ങോട്ട് അയച്ചിട്ട് മാത്രമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആരും ഇവിടെ ഏതൊക്കെയോ 2 ആറ്റം കൂട്ടിമുട്ടിയപ്പോഴത്തേക്കും ഉണ്ടായി വന്ന ആൾക്കാർ ആരും ഇവിടെ ഇല്ല. ഇവിടെ ഉള്ളവരെല്ലാവരും ദൈവം തൻ്റെ തീരുമാനത്തിൽ, കർത്താവിന് നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. ഒരു ഓപ്ഷൻ അല്ലായിരുന്നു, അതൊരു നിർബന്ധമായിരുന്നു. അത് ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്കും എനിക്ക് വലിയ സന്തോഷമാണ്, വലിയ ഉറപ്പാണ്. കാരണം വേറെ ആർക്കും ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ കർത്താവിന് എന്നെ ഇവിടെ വേണമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെയും തീരുമാനത്തിൻ്റെയും പരിണത ഫലമായിട്ട് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്ന വ്യക്തി, നാം ഓരോരുത്തരും ആയിരിക്കുന്ന വ്യക്തിയായിരിക്കുന്നു. അത് ആ പദ്ധതിയെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്താ? ഒരു ശുഭഭാവിയാണ് നമുക്കുള്ളതെന്ന് തിരുവചനം പറയുന്നത്. ആമേൻ. ഒരു ശുഭഭാവി. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ശുഭഭാവിയാണ് ഉള്ളതെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നല്ല രസമുണ്ട്. പക്ഷേ ഇതൊന്നും കേട്ടിട്ടൊരു ഫീൽ അടിക്കുന്നില്ല പാസ്റ്റർ എന്നാണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് എനിക്കറിയാം. പക്ഷെ ഞാൻ അതിനകത്തോട്ട് എന്തുകൊണ്ടാണ് ഫീൽ ചെയ്യാത്തതെന്നാണ് ഞാൻ ഈ ഇന്നത്തെ ദൂതതാ. അപ്പം ശുഭഭാവിക്ക് വേണ്ടി ആ കർത്താവ് നമ്മളെ പദ്ധതി ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇന്ന് ഈ ഒരു വാക്യം നമുക്ക് കാണാൻ പോവുക. 1 കൊരിന്ത്യർ സുപരിചിതമായിട്ടുള്ള വാക്യങ്ങളാണ്. എന്നാൽ നമ്മൾ അതിൻ്റെ അതേ അർത്ഥത്തിൽ നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പൊരുൾ അല്ലെങ്കിൽ വെളിപ്പാട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവം ഒരു പദ്ധതിക്ക് വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു.
ദൈവത്തിൽ നിന്ന് ആയിരുന്ന നമ്മെ ഒരു പദ്ധതിക്ക് വേണ്ടി കർത്താവ് ഇങ്ങോട്ട് അയച്ചു. അത് തിന്മയ്ക്കായിട്ടുള്ള പദ്ധതികളല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾ. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളെക്കുറിച്ചുള്ള ശുഭഭാവി. ഇന്ന് നമ്മുടെ പലരുടെയും ഭയം എന്താണ്? കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊന്നും അല്ല നമ്മുടെ ഭയം, ഇനി എന്താവുമെന്നാണ് ചോദ്യം. തിരുവചനം പറയുന്നത് ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതി നമ്മെക്കുറിച്ചുള്ളത് ശുഭഭാവിക്കുള്ളത്. എന്നിട്ട് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, കർത്താവിനെ ആഞ്ഞ് സ്നേഹിച്ചോണം. ആമേൻ. സ്നേഹിക്കാത്തവരുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ടൈമില്ല. പക്ഷേ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, അപ്പോൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനം പറയുകയാണ്. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുക്കാതിരിക്കുമോ? പ്രത്യേകിച്ച് അമ്മമാരാണെങ്കിൽ നാളെയുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇന്നേ കുഴച്ച് വയ്ക്കും, അരച്ച് വയ്ക്കും, മേടിച്ച് വയ്ക്കും, അല്ലേ? താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഒരുക്കുമെങ്കിൽ കർത്താവ് എത്ര അധികം ഒരുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ നെഞ്ചത്ത് കരം വെച്ചിട്ട് നിങ്ങളുടെ എല്ലാ ആകുലതകളും മാറുമാറ് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാട്ടെ. ഇല്ല, ചിലർ ചെയ്യാത്തതിൻ്റെ കാരണം എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. ഉണ്ടോ? കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുമോ? ഉണ്ടല്ലോ. എന്നാൽ ഇനി ധൈര്യമായിട്ട് ആ കരം തന്നെ നെഞ്ചത്ത് വെച്ച് പറഞ്ഞാട്ടെ, കർത്താവെ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതിനായിട്ട് നന്ദി എന്ന് പറഞ്ഞാട്ടെ. ആമേൻ. ഈ വചനം ഇനി വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരുക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കരുത്. ഒരുക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുവാണെങ്കിൽ കർത്താവിനോട് ചോദിക്കുക, കർത്താവ് ഈ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്ന പോലെ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന മാറി ഈ വചനം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവെ എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാത്തിനും, 1-2 അല്ല, നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവെ എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സകലത്തിനും നന്ദി. ഈ ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജ്ഞാനത്തിലും കർത്താവിൻ്റെ ആത്മാവിലും കിടക്കുന്ന യുണീക്കായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ കർത്താവ് അത് നമ്മളോട് പറഞ്ഞു തരാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഒരു സ്ഥലത്ത് മാത്രം അത് റിലീസ് ചെയ്തിട്ടുണ്ട്. തിരുവചനം പറയുന്നത് ആത്മാവിൽ മാത്രം വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിൽ നിന്നുള്ളത് ആസ്വദിക്കാനും ദൈവം നമ്മെ വിളിക്കുമ്പോൾ വിശ്വസ്തനെന്ന് എണ്ണപ്പെടണമെങ്കിൽ ഇത് ആത്മീയർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് പകർന്നിരിക്കുന്നത് ആസ്വദിക്കാൻ കഴിയുന്നത് ആത്മീയരല്ലാത്തവർക്കല്ല. കർത്താവ് നമ്മളോട് പറയുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതൊരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ അതായത് ദൈവം ഒരുക്കിയിരിക്കുന്ന അത് നമ്മുടെ ഹൃദയത്തിൽ കൺസീവ് ചെയ്യാനുള്ള കഴിവ് പോലും നമുക്കില്ല. ബട്ട് ഇറ്റ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ സ്പിരിറ്റ്. ആത്മീയർക്ക് വേണ്ടി മാത്രം കർത്താവ് അത് ഒരുക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയരല്ലാതെയുള്ളൊരു ക്രിസ്തീയ ജീവിതം പറഞ്ഞ ഓപ്ഷൻ ഇല്ല. ഹല്ലേലൂയ. ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുയായി ക്രിസ്ത്യാനി ആകണമെങ്കിൽ ഞാൻ ആത്മാവിൽ ബലപ്പെട്ടേ മതിയാകൂ. ഹല്ലേലൂയ. ഞാനൊരു ആത്മീയനാണെങ്കിൽ മാത്രമേ കർത്താവ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുവാനും വെളിപ്പെട്ട് അതിനനുസരിച്ച് കർത്താവിനോട് കൂടെ ചലിക്കുവാനും കഴിയുകയുള്ളൂ. ആമേൻ. അപ്പോൾ കർത്താവ് നമ്മളെ അയച്ചു, കർത്താവ് നമ്മെ പദ്ധതിക്ക് വേണ്ടി ക്രമീകരിച്ചു, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഇനി അടുത്ത വാക്യം ഞാൻ നമ്മുടെ ഓരോരുത്തരുടെ മേലും സഭയുടെ മേലും ഞാൻ പ്രഖ്യാപിക്കാനാണ് ആഗ്രഹിക്കുക. ഇതൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രധാന ക്വസ്റ്റ്യൻ ഇതൊക്കെ നടക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഫിലിപ്പ് ലേഖനത്തിന് 1-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അത് നമുക്കൊന്നിച്ച് ഞാനത് നിങ്ങളുടെ മേൽ നമ്മുടെ സഭയുടെ മേലെല്ലാം ഞാൻ ഡിക്ലെയർ ചെയ്യാൻ ആഗ്രഹിക്കാം. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കും. ഹല്ലേലൂയ. ഇത് പൗലോസ് അപ്പോസ്തലൻ സഭയുടെ മേൽ എഴുതുന്നതാ. നമുക്കൊരു കാര്യം, നിങ്ങൾ എന്നുള്ളത് മാറ്റി
നമ്മൾ അല്ലെങ്കിൽ എൻ്റെ മേൽ നമുക്കാക്കാം. ബിക്കോസ് ഐ ബിലീവ് എവറി ടൈം വി എഗ്രി വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ഓരോ തവണയും നാം വിശ്വാസം എന്താണ്? വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും അങ്ങനെ പറഞ്ഞാൽ ആർക്കും ഒന്നുമല്ല, എല്ലാവർക്കും അതിൻ്റെ ബൈ ഹാർട്ടായിട്ട് അറിയാം. ആശിക്കുന്നതിന് ഉറപ്പ് പിന്നെ ശു 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 എന്ന് പറഞ്ഞാൽ അത് അറിയാതിരിക്കുമ്പോൾ ശു 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 ആയിട്ട് അത് അങ്ങ് ആ വഴിക്ക് അങ്ങ് പോകും. എന്താ വിശ്വാസം? കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് അതിനെക്കുറിച്ച് ഉറപ്പാണ്, അതാ വിശ്വാസം. ആമേൻ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അത് കർത്താവിൻ്റെ നാളോളം തികയ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഞാനിവിടെ ഇതിനെ പഠിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ, ഞാൻ എത്ര കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിലും ശരി, എനിക്ക് എത്രമാത്രം നല്ല ഒരു ബിഗിനിങ് കിട്ടിയില്ലെങ്കിലും ശരി, എൻ്റെ കൂടെ ആരെല്ലാം ഇല്ലെങ്കിലും ശരി, എൻ്റെ പക്കൽ പണമൊന്നുമില്ലെങ്കിലും ശരി, ദൈവം ആരംഭിച്ച പ്രവൃത്തി മുഴുമിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനും വിശ്വസ്തനുമാകുന്നു. ഹല്ലേലൂയ. നമുക്കതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കരം നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയാമോ? ഒന്നിച്ച് നമുക്ക് പറയാം. 1 2 3. നമ്മളിങ്ങനെ പറയാൻ പോവുക, എൻ്റെ മേൽ ദൈവം ആരംഭിച്ച പ്രവൃത്തി അത് ക്രിസ്തുവിൻ്റെ നാളോളം ദൈവം തികയ്ക്കാൻ വിശ്വസ്തൻ എന്ന് പറയാൻ പോവുക. ആ വാക്യം നമുക്ക് കാണാമല്ലോ. ആമേൻ. 1 2 3. എൻ്റെ മേൽ ദൈവം ആരംഭിച്ച പ്രവൃത്തി അത് ക്രിസ്തുവിൻ്റെ നാളോളം എൻ്റെ ദൈവം തികയ്ക്കുമെന്ന് ഞാൻ ഇച്ചിരി വിശ്വസിക്കുന്നു, അല്ലേ? ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നാം കാണുമ്പോഴത്തേക്കും നമ്മുടെ ചോദ്യം ഹൗ എന്നുള്ളത്, ആ ക്വസ്റ്റ്യൻ. എപ്പോഴൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഹൗ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എപ്പോഴും സ്വർഗത്തിൽ നിന്ന് വരുന്നത് ദാറ്റ്സ് ഹൗ എന്നാ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ നടക്കും, കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് ആരംഭിച്ചിരിക്കുന്ന പ്രവൃത്തി കർത്താവ് തികയ്ക്കുവാൻ വിശ്വസ്തനാകുന്നു. എന്നാൽ നാം അനേകരുടെ ജീവിതം നോക്കുമ്പോൾ പല സമയത്തും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം മുന്നേറുമ്പോൾ നമ്മളെ തടുത്തു വയ്ക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അത് ഭയമാകുന്നു. ഫിയർ. സോ ഇത് ദൂതൻ്റെതായിട്ടുള്ള തലക്കെട്ട്, ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. ആമേൻ. നമ്മൾ ഭയത്തെക്കുറിച്ച് പഠിക്കാൻ പോവുക. ഭയം ഏതെല്ലാം മണ്ഡലങ്ങളിൽ നിന്ന് നമ്മളെ തകർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഭയം എന്താ, അതിനെ എങ്ങനെ ജയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നാം പഠിക്കാനായിട്ട് പോവുക. ഈ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് കർത്താവ് ഈ കാര്യത്തിൽ എന്നോട് ഇടപെടാനായിട്ട്, എന്നെ പഠിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് ഫിയർ? ഫിയറിൻ്റെ സ്പെല്ലിംഗ് പെട്ടെന്ന് FEAR. ഭയം. നമുക്ക് കർത്താവിൽ നിന്നാണ് ഞാൻ വന്നതെന്നറിയാം, എനിക്ക് ശുഭഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതി ഉണ്ടെന്നറിയാം, കർത്താവ് എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും അറിയാം, കർത്താവിൻ്റെ പ്രവൃത്തി കർത്താവ് തികയ്ക്കാൻ വിശ്വസ്തനാണെന്നും അറിയാം. എന്നാലും ചെറിയൊരു ഭയം. ഭയമുണ്ടോ? ഇല്ല, ഇച്ചിരി പേടി. ഇങ്ങനെയൊക്കെയാ പലരും പറയുന്നത്. സഹോദരൻ, എന്തെങ്കിലും പേടിയുണ്ടോ? പാസ്റ്റർ, കാരണം പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിമണി പോകും. തിരുവചനം നാം പഠിക്കുമ്പോൾ നാം കാണുന്നത് പലരും ഭയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭയമുണ്ട് എന്ന് അംഗീകരിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. എന്നാൽ തിരുവചനം പറയും നാം അതിനെ ജയിക്കാനായിട്ടുള്ള വക കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നാം ഭയത്തിൽ നിന്ന് ജയിക്കാൻ പോകുന്ന അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ. ഈ ഭയത്തിൻ്റെ ഡെഫിനിഷൻ കേട്ടോണേ. ഫിയർ എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ്. ഫോൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. ഓക്കെ. ഫോൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. അതായത് എവിഡൻസ് ഉണ്ടോ? ഉണ്ട്, പക്ഷെ തെറ്റായിട്ടുള്ള തെളിവുകളാണ്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ വളരെ കറക്റ്റാണെന്ന് തോന്നും. അതാ ഫിയർ. ദൈവത്തിൻ്റെ ആഗ്രഹം നാം ഭയപ്പെടേണ്ടെന്ന് തന്നെയാണ്. ഞാൻ ആദ്യം പറയാൻ പോകുന്ന ദൈവത്തിൻ്റെ ചില ഹിതത്തെക്കുറിച്ചും ആഗ്രഹത്തെക്കുറിച്ചും അതിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം എന്താ ഫിയർ? എൻ്റെ അകത്തുള്ള ചില ഭയം ഏതൊക്കെയോ തെറ്റായിട്ടുള്ള തെളിവുകളിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ അങ്ങ് മുറുകെ പിടിച്ചിരിക്കുന്നത്. കാരണം അത് തെറ്റാണെങ്കിലും അതിൻ്റെ ലുക്ക് കാണുമ്പോഴത്തേക്കും അത് വളരെ യഥാർത്ഥമാണ്. പക്ഷെ ദൈവത്തിന് ആഗ്രഹം നാം ഭയപ്പെടേണ്ടെന്ന് തന്നെയാണ്. പാസ്റ്ററിനത് പറഞ്ഞാൽ മതി, പക്ഷെ എനിക്ക് അതിനകത്ത് പറ്റുന്നില്ല. അതിനകത്തോട്ട് ഞാൻ വരും. I'm just trying to help you based on the word of God. പക്ഷെ നമുക്കിത് അറിയണം, ദൈവത്തിൻ്റെ ആഗ്രഹം ഞാൻ ഭയപ്പെടേണ്ട എന്ന് തന്നെയാണ്. എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും? എനിക്ക് തന്നിരിക്കുന്ന എൻജിൻ തന്നെ വേറെ എൻജിനാണ്. 2 തിമോത്തിയോസ് 1:7 പറയുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല,
കാരണം എൻ്റെ അകത്ത് എന്ത് ആത്മാവാണോ ഉള്ളത് അതിൻ്റെതായിട്ടുള്ള ഫലം എന്നിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ എന്നിൽ ഒഴുകുന്നത്. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ആഗ്രഹം ഞാൻ ദൈവപൈതലായിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഭയപ്പെട്ട് ജീവിക്കണമെന്നല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നിരിക്കുന്ന ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന അവരോട് പറഞ്ഞാട്ടെ, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ലെന്ന് പറഞ്ഞാട്ടെ. അത് പറയാൻ പേടിക്കരുത്. ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, എന്നാലോ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ നമുക്ക് തന്നത്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ഈ വചനം വളരെ വളരെ ആഴങ്ങളുള്ളൊരു വചനമാണ്. കാരണം ഭീരുത്വത്തിൻ്റെ ആത്മാവ് എന്നെ കയറി ഒന്ന് പിടിച്ചാൽ എനിക്ക് ഈ മൂന്നും നഷ്ടമാകും. ശക്തി നഷ്ടമാകുന്നത് പോലെ എന്നെ തകർക്കാൻ തുടങ്ങും, എൻ്റെ സ്നേഹം നഷ്ടമാകുന്നത് പോലെ എന്നെ തകർക്കാൻ തുടങ്ങും, സുബോധവും നഷ്ടമാകുന്നത് പോലെ എന്നെ തകർക്കാൻ തുടങ്ങും. ആർക്കെല്ലാം ശക്തിയില്ലാത്ത മനോഹരമായിട്ടുള്ള ജീവിതം ആഗ്രഹമുണ്ട്? സുബോധമില്ലാത്തൊരു ലൈഫ് എങ്ങനെയുണ്ട്? എൻജോയ് ചെയ്താലോ ഇച്ചിരി നേരം? Yes, Pastor, I would like to go wild a bit. അങ്ങനല്ല. അപ്പോൾ ഭീരുത്വത്തിൻ്റെ ആത്മാവ് എന്നിൽ പ്രവർത്തിക്കാൻ എനിക്ക് തരാത്ത ആത്മാവാ, കർത്താവ് തരാത്ത ആത്മാവാ. അത് എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ അതിനെ അനുവദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നിൽ നിന്ന് പോകാൻ തുടങ്ങുന്നത് ശക്തിയില്ലായ്മ, അല്ലെങ്കിൽ പോകുന്നത് ശക്തിയും സ്നേഹവും സുബോധവും മാറുവാൻ തുടങ്ങും. എ വെരി ഇമ്പോർട്ടൻറ്റ് സെൽഫ് ചെക്ക്ലിസ്റ്റ്. സ്വയമായിട്ട് നാം പരിശോധിക്കേണ്ടതായിട്ടുള്ള ചില പാരാമീറ്റേഴ്സ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം വ്യാപരിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന സുബോധം എൻ്റെ തോന്നലിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടോ? സുബോധമുള്ളവർ സുബോധമുള്ള തീരുമാനങ്ങളെടുക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പുരോഗതി പ്രാപിക്കുന്നുണ്ടോ? എൻ്റെ ആത്മമണ്ഡലത്തിൽ ഞാൻ പുരോഗതി പ്രാപിക്കുന്നുണ്ടോ? ഞാൻ വളരുന്നുണ്ടോ അതോ കുറയുകയാണോ ചെയ്യുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നാം കണ്ടു, ഭീരുത്വം എൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട 3 ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളത് ഞാൻ നഷ്ടമാക്കുക. അതുകൊണ്ട് നാം ഇന്നൊരു തീരുമാനമെടുക്കാൻ പോവുക, എനിക്കിനി ഭയം വേണ്ട. നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ പറയുന്ന കേട്ടതൊന്നും വിളിച്ചു വരുത്തിയതാണെന്നുള്ളത്. വിളിച്ചു വന്നാലും വിളിക്കാതെ വന്നാലും നാം തീരുമാനിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇനി ഭീരുത്വം വേണ്ട. ഹല്ലേലൂയ. ഐ ആം ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ എ ബിറ്റ്. ഞാൻ അല്പസമയത്തുള്ള ഇതിൻ്റെതായിട്ടുള്ള ചില ഓരോ മണ്ഡലങ്ങളിലും എങ്ങനെ ഭയത്തെ കീഴടക്കാം എന്നുള്ളത് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. പക്ഷെ അതിനു മുമ്പാകെ ഈ ഭയം എന്ന് പറയുന്നത്, നിങ്ങൾ ഓർക്കണം, ഫിയർ ഇസ് ഫോറിൻ. ദൈവത്തിൻ്റെതായിട്ടുള്ള എന്നെക്കുറിച്ചുള്ള ഡിസൈനിൽ പെട്ടതല്ല ഭയം. ദൈവത്തിൻ്റെ ആഗ്രഹം ഞാൻ ഭയമില്ലാതെ ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും സുബോധത്തിലും ഞാൻ വളരണമെന്ന്. അടുത്തിരിക്കുന്ന ആട് പറഞ്ഞാട്ടെ, ഭീരുത്വം നമുക്കിനി എടുക്കണ്ട എന്ന് പറഞ്ഞാട്ടെ. അടുത്തൊരു വാക്യം ഇതേക്കുറിച്ച് ശ്രദ്ധിച്ചാട്ടെ. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വളരെ പരിചയമുള്ള വാക്യമാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല. ചില തർജ്ജമകളിൽ അത് പറയുന്നത് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല. അപ്പം എൻ്റെ അകത്തേക്ക് ഏത് ആത്മാവിനെ ഞാൻ സ്വീകരിക്കുന്നോ അതിനനുസരിച്ച് എൻ്റെ ഐഡൻറ്റിറ്റി മാറും. കാരണം ഞാൻ ഈ അടിമത്തത്തിൻ്റെ ആത്മാവിനെ ആണ് ഞാൻ സ്വീകരിക്കുന്നതെങ്കിൽ ഞാൻ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. അയ്യോ, നാളത്തെ ഒരു ദിവസം ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ എന്ത് കഴിക്കും? ഇല്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യും? ഇല്ലെങ്കിൽ അവരെന്നെ വിട്ടുപോയാൽ എന്ത് ചെയ്യും? ദാസ്യത്തിൻ്റെ, അടിമത്തത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് എന്നെ എപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും.
ഈ ഒരു രഹസ്യം, ഈ ഒരു ഫോർമുല ഓർത്തണം. FDI, ഫിയർ ഡിസ്റ്റോർട്ട്സ് ഐഡന്റിറ്റി. ഈ ഭയം എന്ന് പറയുന്നത് എന്നെ അപ്പൊ പറയുന്നത് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, എന്നാൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രയും നാം പ്രാപിച്ചത്. നാം പ്രാപിച്ച ആത്മാവിൽ നാം വളർന്നുകൊണ്ടിരുന്നില്ല എങ്കിൽ അടിമത്തത്തിൻ്റെ ആത്മാവ് എന്നെ അടിമയാക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയത്തിൽ നിന്ന് ജയിക്കുവാൻ, ഭയത്തിൽ നിന്ന് മുന്നേറുവാനായിട്ട് ഞാൻ ഏറ്റവും ആദ്യം ഓർക്കേണ്ട ഒരു പ്രധാന മർമ്മം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കർത്താവ് തന്നിരിക്കുന്ന പുത്രത്വത്തിൻ്റെ ആ ഐഡൻറ്റിറ്റിയിൽ ഞാൻ മുന്നേറിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആട് ഉറപ്പോടെ പറഞ്ഞാട്ടെ, നാം ദൈവമക്കളാണെന്ന് പറഞ്ഞാട്ടെ. അടുത്തൊരു കാര്യം നാം ഓർക്കേണ്ടത്, അതേ നാം മുമ്പ് കണ്ട അധ്യായത്തിൽ അല്ലെങ്കിൽ വാക്യത്തിൽ നാം കണ്ടത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. ഭീരുത്വം ഒരു ചിന്തയോ സങ്കല്പമോ സൂപ്പർ ഐഡിയയോ അല്ല. ഭീരുത്വം ഒരു ആത്മാവാണെന്ന് തിരുവചനം പറയുന്നു. ഏത് മണ്ഡലമാണോ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു യുദ്ധരീതിയുണ്ട്, അതേ മണ്ഡലത്തിൽ തന്നെ പ്രവേശിച്ചില്ലെങ്കിൽ അതിനെ തകർക്കാൻ കഴിയത്തില്ല. ഭീരുത്വം ഒരു ആത്മാവാണെങ്കിൽ ആ ആത്മാവിനെ ജയിക്കാനായിട്ട് എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൽ ബലപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, എൻ്റെ അകത്ത് ഉള്ള പരിശുദ്ധാത്മാവ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആത്മാവ് ആത്മമണ്ഡലത്തിൽ പിടിമുറുക്കാൻ വരുമ്പോഴത്തേക്കും ഞാൻ ചില പോസിറ്റീവ് തിങ്കിങ്ങും ചില ഐഡിയാസും ചിന്തിച്ചുകൊണ്ട് ഇതിനെ ജയിക്കാൻ കഴിയുകയില്ല. കാരണം ഭീരുത്വം ഒരു ആത്മാവ്. ഫിയർ ഡിസ്റ്റോർട്ട്സ് മൈ ഐഡൻറ്റിറ്റി. എന്നെ പുത്രത്വത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റി, എന്നെ ദാസ്യത്തിൻ്റെ ആത്മാവിലേക്ക് കയറ്റി, എന്നെ എങ്ങനെയെങ്കിലും അടിമയാക്കാൻ വേണ്ടി ഭയം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അടിമയാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഭയത്തെ നമ്മളൊന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു സ്വഭാവം ഒറ്റയ്ക്ക് പൊതുവെ വരാറില്ല, ഒത്തിരി ഫ്രണ്ട്സിൻ്റെ കൂടെ വരാറ്. അവർക്ക് പല പേരാ. ഒരാളുടെ പേര് ആങ്സൈറ്റി എന്നാണ്. ആകുലത, ആ പേരിൽ തന്നെ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ വരുമ്പം പറഞ്ഞാൽ മതി, ആ കൊല തരണ്ട എന്ന് പറഞ്ഞാൽ മതി. ഞാനിനി അത് എടുക്കുന്നില്ല, ഞാനിനിയൊക്കെ തീരുമാനിക്കുന്നില്ല. കാരണം എന്താ? അതെത്രമാത്രം ശരിയെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ ശരി, അതെന്നെ അനുഗ്രഹിക്കത്തില്ല എന്ന് തിരുവചനത്തിൽ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. അത് വരുന്നത് എൻ്റെ ശക്തിയെ കാർന്നു തിന്നുവാനായിട്ടാണ്. അത് വരുന്നത് എൻ്റെ അകത്തുള്ള സ്നേഹത്തെ നശിപ്പിക്കാനായിട്ടാണ്. അത് വരുന്നത് എൻ്റെ സുബോധത്തെ വിട്ട് എന്നെ ഒരു ഭ്രാന്തനാക്കാൻ അല്ലെങ്കിൽ അടിമയാക്കാൻ വേണ്ടിയാണ് വരുന്നത്. പലപ്പോഴും ഇന്നത്തെ ജീവിതത്തിൽ അത് ആകുലതയുടെ രീതിയിൽ, സ്ട്രെസ്സിൻ്റെ രീതിയിൽ, വലിയ സമ്മർദ്ദം, ചിലർക്ക് ടെൻഷനായിട്ട്, ചിലർക്ക് പാനിക്കാണ്, ഒരു കാരണവുമില്ലാതെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആകുലത. ചിലർക്ക് പാരനോയ, വ്യത്യസ്തമായിട്ടുള്ള ഭയത്തിൻ്റെതായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോകും. എന്നാൽ തിരുവചനം ഭയപ്പെടണം എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം ദൈവഭയം മാത്രമാണ്. ഹല്ലേലൂയ. ദൈവഭയം മാത്രമേ തിരുവചനം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നാം ഇന്ന് തീരുമാനിക്കാനും പോകുക, നാം തീർച്ചയായിട്ടും ഭയത്തെക്കുറിച്ച് മനസ്സിലാക്കും, നാം പഠിക്കും. ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്കുള്ള ഭയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. നാം അത് ദൈവത്തിന് കൊടുക്കും. നാം സ്വതന്ത്രമായി ഇവിടുന്ന് പോകും. ഹല്ലേലൂയ. അപ്പം നാം ഇന്ന് മനസ്സിലാക്കുക, തിരുവചനം പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഭയം എന്ന് പറയുന്നത് ദൈവഭയം മാത്രമാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഇപ്പം തൊട്ട് ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞാട്ടെ. സദൃശവാക്യങ്ങൾ 1:7 നമുക്കറിയുന്ന വാക്യമാണ് യഹോവ ഭക്തി. ഇവിടെ യഹോവ ഭക്തി എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ദ ഫിയർ ഓഫ് ദ ലോർഡ്. അത് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. 9:10 സദൃശവാക്യങ്ങൾ പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകമാകുന്നു. തിരുവചനം പറയുന്ന ഒരു നല്ല വചനമനുസരിക്കുന്ന ഭയം എന്ന് പറയുന്നത് ഈ ദൈവത്തെക്കുറിച്ചുള്ള ഭയഭക്തി ബഹുമാനം മാത്രമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഭയം എന്താ ചെയ്യേണ്ടത്? സാധാരണ കാര്യങ്ങളെ നമ്മൾ ഭയപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞാട്ടെ. സാധാരണ കാര്യങ്ങൾ നമ്മൾ ഭയപ്പെട്ടാൽ എന്ത് ചെയ്യും?
മാറി നിൽക്കും. എന്നാൽ ദൈവഭയം വർദ്ധിക്കുന്നവർ ഈ ദൈവത്തിൻ്റെ സ്വഭാവം കൂടെ അറിയുന്നതുകൊണ്ട് അടുത്തടുത്ത് വരും, ദൈവത്തിൻ്റെ അടുത്തേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അകത്ത് ദൈവഭയമുണ്ടോ? ദൈവം പറയുന്ന ഭയപ്പെടേണ്ട ഭയഭക്തി ബഹുമാനത്തോടെയുള്ള, ആ ബഹുമാനത്തോടെയുള്ള, സന്തോഷത്തോടെയുള്ള, ഈ ദൈവം വലിയവനെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ ഭയം എൻ്റെ അകത്തുണ്ടോ എന്നൊരു നിമിഷം ചിന്തിച്ചാട്ടെ. ഇല്ലെങ്കിൽ ആരെയും കുറ്റം വിധിക്കാനായിട്ടല്ല, ഇല്ലെങ്കിൽ നാം ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ആവശ്യമുള്ള ദൈവഭയം എനിക്ക് നൽകണമേ. പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ഹൃദയത്തെയും അറിയുന്ന ദൈവമാണ്. ഒരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള പ്രയാസങ്ങൾ കാരണം, വ്യത്യസ്തമായിട്ടുള്ള തിരക്കുകൾ കാരണം ഒരു പക്ഷെ നാം ദൈവത്തെ ഭയപ്പെടുത്താൻ നിർത്തിയിട്ടുണ്ടാകാം. ചോദിച്ചാട്ടെ, കർത്താവേ, എനിക്ക് അങ്ങേ മുഴു ഹൃദയത്തോടെ മാനിക്കണം. കർത്താവെ, ഞാൻ അങ്ങേ ബഹുമാനിക്കണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കർത്താവെ, എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും, എൻ്റെ ജോലിയിൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, എൻ്റെ ആത്മീയതയിൽ, എൻ്റെ വിവാഹത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, എൻ്റെ വിളിയിലെല്ലാം എനിക്ക് അങ്ങേ മാനിക്കണം. അതിനാവശ്യമുള്ള ദൈവഭയം എനിക്ക് നൽകണമേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ആമേൻ. നാം ഭയപ്പെടുമ്പോൾ നാം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കാണാൻ പോവുക. ഈ ഭയം എന്ന് പറയുന്നത് ഒരു ചിന്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഭയപ്പെടുമ്പോൾ ഈ ഭയത്തെക്കുറിച്ച് ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ട്. ഭയം എന്ന് പറയുന്ന തിരുവചനത്തിൽ മാത്രമല്ല, ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ട്. ഫിയർ ഇസ് ദ മോസ്റ്റ് ഡ്രെഡഡ് ഇമോഷൻ. ചിലർ വിചാരിക്കും ഒറ്റപ്പെടലും അല്ലെങ്കിൽ വിഷമമൊക്കെയാണ്. ഫിയർ ഇസ് ദ മോസ്റ്റ് ഡ്രെഡഡ് ഇമോഷൻ. ലോകം മുഴുവൻ ഭയക്കുന്ന ഒരു വികാരമാണ് ഭയം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ. അപ്പം ഞാൻ ടോപ്പ് 10 ഫിയേഴ്സ് ഇൻ ദ വേൾഡ് എന്തായിരിക്കും? നിത്യതയെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ആലോചിക്കുന്ന പള്ളിയിൽ. നമ്പർ 1, ഓക്കെ, അപ്പത്തെ റാങ്ക് അനുസരിച്ചാണ്. ആദ്യം 8 കാലി, 2 പാമ്പ്, 3 ഇത് ഒരു വലിയ സർവേയുടെ റിസൾട്ടായിട്ട് വന്നിരിക്കുന്നതാണ്. ഞാനിത് പറയുമ്പോൾ ആരും എഴുന്നേറ്റ് ഓടരുത്. ദൈവമേ, ഞാൻ പതുക്കെ വായിക്കാം, അതുകൊണ്ട് നിങ്ങൾക്ക് പേടി വരാത്ത രീതിയിൽ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റാങ്ക് 8 കാലി അല്ലെങ്കിൽ ചിലന്തി, 2ാമത്തത് പാമ്പ്, 3ാമത്തത് ഉയരങ്ങൾ, 4ാമത്തത് പറക്കുന്നത്, 5ാമത്തെ പ്ലേസ് മാത്രമേ ഉള്ളൂ നായയ്ക്ക്, 6ാമത്തത് ഇടിയും മിന്നലും, 7ാമത്തത് ഇഞ്ചക്ഷൻ, 8ാമത് സോഷ്യൽ ഇൻട്രാക്ഷൻ, എനിക്ക് ആരുടെയൊക്കെ ഒന്ന് സംസാരിക്കേണ്ടി വരും, 9ാമത്തത് ആൾക്കൂട്ടം, 10ാമത്തത് എന്തോ ജേംസൊക്കെ എന്തോ ഉണ്ട്, പൊടി. ഇതൊക്കെയാണ് ഈ ലോകത്തിലെ ടോപ്പ് 10 ഫിയേഴ്സ്. നമുക്കിത് കേൾക്കുമ്പം ചിരിയായിരിക്കും. പക്ഷെ ഐ വോണ്ട് ടു ടെൽ യു, ഓരോരുത്തർക്കും അവരുടെ ഭയം വളരെ യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് ഭയമല്ലാത്തപ്പോഴത്തേക്കും നമുക്ക് ചിരിക്കാം. പക്ഷെ എനിക്കറിയാം, സർപ്പത്തെയും അണലിയെയും മെതിക്കാൻ നിൽക്കുന്ന ചില ആൾക്കാർ ഒരു പാറ്റ ഇങ്ങനെ ചിറക് ഉയർത്തുമ്പോഴത്തേക്കും ഓടിപ്പോകുന്ന ആൾക്കാരെ എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പം നമ്മുടെ ഭയം നമുക്കത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം എന്താ? ഫിയറിൻ്റെ അർത്ഥം ഫോൾസ് എവിഡൻസ് അപ്പിയറിങ് റിയൽ. അവരവരുടെ ഭയം വളരെ യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് നമുക്കില്ലാത്തപ്പോഴത്തേക്കും നമുക്കതൊരു ഭയങ്കര തമാശയാണ്. അപ്പം നാം ശ്രദ്ധിക്കാൻ പോവുക, ഈ ഭയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മണ്ഡലങ്ങളെയും അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നാം അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. ഏതാ ഈ മണ്ഡലം എന്ന് പറയുന്നത്? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 23-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ നാം എന്താകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു നിർവചനം തിരുവചനത്തിൽ നിന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം. ബോഡി ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട്, സോൾ ഉണ്ട്. അത് എവിടെയാ പാസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആ സംശയം അങ്ങ് മാറണം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം പറയുന്നത്, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പം തിരുവചനം പറയുന്നൊരു കാര്യമാണ്, എനിക്ക്
ശുദ്ധീകരണം എൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ആവശ്യമാകുന്നു. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു ജീവിത ശൈലിക്കായിട്ട് എൻ്റെ സകല മണ്ഡലങ്ങളിലും ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഏതൊക്കെയാണ് അത്? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് നമുക്കൊരു ആത്മാവുണ്ട്, നമുക്കൊരു പ്രാണനുണ്ട്, നമുക്കൊരു ദേഹമുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നമ്മളെല്ലാം കർത്താവിന് വേണ്ടി നന്നായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാട്ടെ. പണ്ടൊരു ജീസസ് ഓൺലി മൂവ്മെൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പിതാവിനെയും ഹോളി സ്പിരിറ്റിനെയും ഒന്നും വലിയ കാര്യം എന്ന് പറഞ്ഞ പോലെ ഇന്ന് പല വിശ്വാസികളും സ്പിരിറ്റ് ഓൺലി മൂവ്മെൻ്റാണ്. ശരീരത്തെയും മനസ്സിനെയും കുറിച്ചൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ തിരുവചനം പറയുന്നത് നാം ഈ 3 മണ്ഡലങ്ങളും ശുദ്ധീകരിച്ച് യേശു ക്രിസ്തുവിന് മുമ്പാകെ അനന്യമായി വെളിപ്പെടും വണ്ണം നാം കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ ഭയം എന്ന് പറയുന്നത് ഈ എല്ലാ മണ്ഡലങ്ങളെയും ക്രിപ്പിൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു വികാരമാണ്, ഒരു ആത്മാവാണ്. ഈ ഫോർമുല എപ്പോഴും ഓർത്തോണം. ഫിയർ ക്രിപ്പിൾസ് ബട്ട് ഫെയ്ത്ത് പ്രൊപ്പൽസ്. ഫിയർ നമ്മളെ എപ്പോഴും ഇങ്ങനെ ഒതുക്കാനായിട്ട്, ഞെരിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നതോ അത് നമ്മളെ ചലിപ്പിക്കുവാനും മുന്നേറുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ ഫിയർ ബാധിക്കുന്നത്? നാം ആത്മമണ്ഡലത്തിൽ അതെങ്ങനെ ബാധിക്കും നമ്മൾ കണ്ടു. FDI അല്ലേ? എന്നോടൊന്ന് പറഞ്ഞ എന്താ FDI? ഫിയർ ഡിസ്റ്റോർട്ട്സ് മൈ. ആ ഒരു ഭീരുത്വത്തിൻ്റെ ആത്മാവ് എന്നെ പിടിച്ചു തുടങ്ങുമ്പോഴത്തേക്കും തന്നെ അയ്യോ ഞാൻ പുത്രനല്ല, എനിക്ക് പിന്നെ ഭയങ്കര ഭയമായി, ആകുലതയായി, ഇനി കർത്താവ് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല, ബാക്കി എല്ലാവർക്കും വേണ്ടി ചെയ്തു കഴിഞ്ഞാലും ഞാനൊന്നുമല്ല, ഇങ്ങനത്തെ ചിന്തകൾ വരാനായിട്ട് തുടങ്ങും. ഈ ഐഡൻറ്റിറ്റി ആത്മമണ്ഡലത്തിൽ അത് ഞാൻ ആരാണെന്നുള്ളത് പിടിച്ചങ്ങ് കുലുക്കും. നമ്മൾ ചില ടീമുകളിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുണ്ടോ, ചില ടീമിലേക്ക് നമ്മളെ പെട്ടെന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സംശയം, ഈ ടീമിലല്ല ആക്ച്വലി ഞാൻ ആരാ? ഉണ്ടല്ലേ? ചില വളരെ നിർണായകമായിട്ടുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നമുക്ക് ചിലപ്പോൾ ആരാ ഭർത്താവ് എന്നൊക്കെ നമുക്ക് തോന്നുന്നില്ലേ? നമ്മുടെ ഐഡൻറ്റിറ്റി മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഫങ്ഷൻ ഓട്ടോമാറ്റിക്കലി മാറും. അതുകൊണ്ട് ആ ഭയം ആദ്യം എൻ്റെ ഐഡൻറ്റിറ്റിയെ പിടിച്ച് കുലുക്കാനായിട്ട് നോക്കുന്നത്. എപ്പോഴെല്ലാം ഭീരുത്വം ഞാൻ ദൈവ പൈതലല്ല എന്ന് നിങ്ങളെ തോന്നിപ്പിക്കുന്നോ, അപ്പം തന്നെ റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 15 പറയുന്നത് പോലെ പിന്നെയും ഭയപ്പെടേണ്ടതിന് ഞാൻ അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, ആ വിളിക്കേണ്ട വിളി പോലും തിരുവചനം നമുക്ക് എഴുതി തന്നിട്ട് ഉടനെ വിളിച്ചോണം, അബ്ബാ പിതാവേ എന്ന് വിളിച്ചോണം. ഹല്ലേലൂയ. ആ ഒരു വാക്ക് നാം എബ്രായ ഭാഷയിൽ നാം നോക്കുമ്പോൾ ഒരു യുവത്വത്തിലുള്ള ഒരു മകനോ മകളോ തൻ്റെ പിതാവിനെ ഏറെ ഇഷ്ടമുള്ളപ്പോൾ വിളിക്കുന്ന വിളിയാണ്. ഒരുപാട് വാക്കുകളുണ്ട് അപ്പനെ വിളിക്കാനായിട്ട്. എന്നാൽ ഇത് അകത്തുനിന്ന് സന്തോഷം കൊണ്ട്, സ്നേഹം കൊണ്ട് അകത്തൊരു തള്ളൽ വരുമ്പോൾ വിളിക്കുന്നൊരു വിളിയാ അബ്ബാ പിതാവേ എന്നുള്ളത്. അങ്ങനെ തന്നെ വിളിക്കാനായിട്ടുള്ള ആത്മാവിനെ ആ പരിശുദ്ധാത്മാവ് ആയിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് അധിക സമയമില്ല, ഞാൻ പതുക്കെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ്, ഞാൻ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഓർത്തോണം, പെട്ടെന്ന് ഓർക്കാനായിട്ട്, ഭയം എപ്പോഴെല്ലാം എൻ്റെ അകം പിടിച്ചു കുലുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവിടെ നിന്ന്, അല്ലെങ്കിൽ ഉറക്കെ വിളിക്കാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ ഒന്ന് മാറി നിന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ചോണം. അതെത്ര വലിയ തെറ്റ് ചെയ്തിട്ടാണേലും ശരി അങ്ങനെ തന്നെ വിളിച്ചോണം. കാരണം മുടിയനായ പുത്രൻ അവനെല്ലാം നശിപ്പിച്ച്, അവന് ചെയ്യാവുന്ന സകല പ്രശ്നങ്ങളും ചെയ്ത്, അവനെ ഒരു മനുഷ്യനും വകവയ്ക്കാതിരുന്ന സമയത്ത് അവന് സുബോധത്തിൻ്റെ ആത്മാവ് വന്നപ്പോഴത്തേക്കും അവനെ വീണ്ടും പുത്രത്വത്തിലേക്ക് എൻ്റെ പിതാവ് കയറ്റുക. ഹല്ലേലൂയ. അവിടെ കിടക്കുന്ന ഏതെങ്കിലും കൈക്കല തുണി എടുത്ത് വന്ന് അവൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നല്ല പറഞ്ഞത്. അവൻ ഏറ്റവും മേൽത്തരമായിട്ടുള്ള അവൻ്റെ അങ്കി തന്നെ ഉടുപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയെല്ലാം ഭയം വരുന്നോ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ഭവനത്തിലേക്ക് വീണ്ടും വരണം. ഞാൻ ചോദിക്കട്ടെ, മുടിയനായ പുത്രൻ വന്നു കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞ് പിന്നെയും ഈ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് തോന്നുന്നു? അത് തന്നെ ചെയ്യും. കർത്താവ് വീണ്ടും പുത്രത്വത്തിലേക്ക് തന്നെ വിളിച്ചു കയറ്റും. ഹല്ലേലൂയ. എത്രമാത്രം നാം പാപത്തിൻ്റെ ചെളിയിലേക്ക് പോയാലും വീണ്ടും വീണ്ടും നാം തിരിച്ചു വരുമ്പോൾ കർത്താവ് നമ്മളെ തിരിച്ചു കയറ്റും. എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്ത പാപം നിസ്സാരമായതുകൊണ്ടല്ല. സ്വർഗം മുഴുവൻ വിട്ട് ദൈവപുത്രൻ കടന്ന് ഇങ്ങോട്ട് വന്നത് ഇതിനു വേണ്ടിയാണ്, നമ്മളെ പുത്രന്മാരും പുത്രിമാരും ആക്കുവാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയത്തിൻ്റെ ആത്മാവിനെ നിരസിച്ച് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചാട്ടെ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നമ്മൾ ദൈവമക്കളാ, ഇനി യാതൊരു സംശയമില്ലെന്ന് പറഞ്ഞാട്ടെ. അപ്പം ആത്മമണ്ഡലത്തെ ഇത് പിടിച്ച് ഞെരിക്കാനായിട്ട് നോക്കുന്നു. നാം നേരത്തെ കണ്ടു, നമുക്ക് ശരീരമുണ്ട്, നമുക്ക് ആത്മാവുണ്ട്, നമുക്ക് ദേഹി അല്ലെങ്കിൽ പ്രാണനുണ്ട് എന്ന് കണ്ടു. ഇതൊന്നും വേറെ വേറെ കമ്പാർട്ട്മെൻ്റായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ തൊട്ടാൽ ദിസ് ഇസ് കണക്റ്റഡ് ടു ദി അതർ. നമ്മുടെ ആത്മാവിൽ പലപ്പോഴും ഉലച്ചിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ഫീലിങ്സിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വികാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നാം ഭയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ആകുലത സാധാരണമായി വരുന്നു. പലർക്കും ഒരു വലിയ നെർവസ്നെസ് വരുന്നു. പലരും ഭയപ്പെട്ട് ടെറിഫൈഡ് ആയിട്ടിരിക്കുകയാണ്. ഈ ഫീലിങ്സ് എല്ലാം നമുക്കുണ്ടെന്നുള്ളത് ശാസ്ത്രം പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ശാസ്ത്രം കൂടുതൽ പഠിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്നറിയുമോ? സയൻസ് ഇസ് നത്തിങ് ബട്ട് ഹംബിൾ ഡിസ്കവറീസ് ഓഫ് എ മാഗ്നിഫിസൻറ്റ് ഗോഡ്. ദൈവം ചെയ്തു വെച്ചിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുമ്പോഴത്തേക്കും, നമ്മളത് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് നോബൽ പ്രൈസ് കിട്ടും. ഹല്ലേലൂയ. എന്ത് നല്ല സെറ്റപ്പാ അല്ലേ? എന്നിട്ട് ചിലർ പറയും ഞാൻ എത്തീസ്റ്റാണ്. ഇത്രയും വലിയ തമാശ ഞാൻ പലപ്പോഴും അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പം നാം ഭയപ്പെട്ടു എന്ന് ആ ഭയം നമ്മുടെ ആത്മാവിനെ ബാധിച്ചു, നമ്മുടെ ഫീലിങ്സിൽ. നിങ്ങൾക്ക് ആ ഫീലിങ്സ് എപ്പോഴും വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ? ആ ഫീലിങ്സിൽ വരുമ്പോഴത്തേക്കും അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളത് ശാസ്ത്രം വളരെ വ്യക്തമായിട്ട് തെളിയിക്കുക. കാരണം അത് ശരീരത്തിലേക്കും ബാധിക്കുന്നു. ശരീരത്തിലൊരു സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ പരിപാടി. അതുകൂടെ തന്നെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനമാണ്. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം വർക്ക് ചെയ്തില്ലെങ്കിൽ വലിയ പാരയാണ്. കാരണം പുള്ളിയാണ് ബ്രേക്ക് ചവിട്ടുന്നത്. ഈ ആക്സിലേറ്ററും ബ്രേക്കും നല്ലൊരു പരുവത്തിൽ ചവിട്ടി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ അങ്ങ് പോകുന്നത്. ഭയം വന്നു കഴിയുമ്പോൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം അങ്ങ് ഡീആക്ടിവേറ്റ് ആകും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, ശ്വാസം ദീർഘമായിട്ട് എടുക്കാൻ തുടങ്ങും. നാളത്തേക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പാസ്റ്റർ മിക്കവാറും നാളെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വെച്ചു, പാസ്റ്റർ എന്നെ ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറയും. ടെസ്റ്റ് മണി പറയുമ്പോഴത്തേക്കും എൻ്റെ കൈ വിറയ്ക്കുമെന്ന് തോന്നുന്നു. കല്യാണം ആ കവനിലിൻ്റെ ഇടയ്ക്ക് കൈ വിറയ്ക്കുകയാണെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? ഇപ്പം കല്യാണം കഴിഞ്ഞു തേച്ചിരിക്കുന്നു. അതുകൂടാതെ നമ്മുടെ ശരീരം സ്വാഭാവികമായിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. അറ്റൻഷൻ ഫോക്കസ് എന്ന് പറയുന്നൊരു കാര്യം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും നമ്മൾ ഭയപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും. എന്താ അതിൻ്റെ അർത്ഥം? ഭയങ്കര ശ്രദ്ധ. ശ്രദ്ധിക്കുന്ന നല്ല കാര്യമാണോ? ആണോ? എന്ത് ശ്രദ്ധിക്കുന്ന അനുസരിച്ചിരിക്കും. ഭയം വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം അറ്റൻഷൻ ഫോക്കസ്ഡ് ത്രെറ്റ് എന്ന് പറയുന്ന സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ആ പാറ്റയെ കണ്ടു, പിന്നെ എൻ്റെ സ്റ്റാൻഡ് മുഴുവൻ ഇങ്ങനെയാണ്. കാരണം ബാക്കോട്ട് വെക്കണോ ഫ്രണ്ടിലോട്ട് വെക്കുമോ എന്നുള്ളത്, ചിറകിപ്പോൾ ഉയർത്തുമോ എന്നുള്ള രീതി ഞാൻ നിൽക്കുക.
ഇപ്പം പാറ്റയെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല. ശരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻസെക്ട്സിനെ കുറിച്ച് പേടിയുള്ളവരാണ്, എനിക്കറിയാം ഇതാ നിങ്ങളുടെ അവസ്ഥ. അബ്ബാ പിതാവേ എന്ന് പറഞ്ഞ റൂമിലോട്ടായിരിക്കും ഓടുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് ശരീരത്തിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയകളാണ്. ഇത് ഭയക്കേണ്ട കാര്യമാണെന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി എൻ്റെ ശരീരം അങ്ങനെ വലിയ വിശ്വാസിയൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് ദൈവികമല്ല ദൈവദാസനെ, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞെടുക്കാനുള്ള സ്റ്റാൻഡ് ഒന്നും ശരീരത്തിനല്ല, അത് ആത്മാവിലാണ് നാം ജയിക്കേണ്ടത്. ഹല്ലേലൂയ. ആത്മാവിന് ബലപ്പെട്ട് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ട്. കാരണം നമ്മുടെ അകത്തുള്ളത് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക, ഇത് ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, ഏതെല്ലാം നിലവാരത്തിൽ ഇത് ബാധിക്കുന്നു എന്ന് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ അറ്റൻഷൻ ഫോക്കസ്ഡ് ത്രെറ്റ് ഉണ്ട്. അതായത് പേടിപ്പിക്കുന്ന സാധനം എന്താണോ പിന്നെ നോട്ടം മുഴുവൻ അതിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു പ്രത്യേക സാഹചര്യമായതുകൊണ്ട് കേൾവി, കാഴ്ച, മണം, സെൻസ് എല്ലാം വർദ്ധിക്കാൻ തുടങ്ങും. എന്തോ ഒരു സൗണ്ട് കേട്ടു, അതെന്താ, അത് മൊത്തം അലാം അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കാരണം അത് പൊക്കിയത് അതിൻ്റെ ചിറകല്ലേ, അതിൻ്റെ സൗണ്ടല്ലേ കേട്ടത്. രാത്രി ഒരു സൗണ്ട് കേട്ടു, അത് കള്ളനല്ലേ, ഓ അല്ല ഗ്ലാസ് താഴെ വീണതാ. പഴയൊരു സിനിമയ്ക്ക് ഇന്നസെൻ്റ് പറഞ്ഞ പോലെ, എന്താ അത്, ഓ വാഴയാണെങ്കിൽ എന്താ വാ തുറന്ന് പറഞ്ഞൂടെ, പേടി കാരണം പറയുന്നതാ. ഇത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യമാണ്. തോട്ട്സ്, നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. ചിന്താമണ്ഡലത്തിൽ പ്രധാനമായിട്ട് നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഓവർ എസ്റ്റിമേഷൻ ഓഫ് ത്രെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് എന്നെയും കൊണ്ട് പോത്തള്ളും. രണ്ടാമത്തത് അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് അവർ എബിലിറ്റി. അയ്യോ എന്നെ പിടിച്ചോ. നമുക്ക് അതിനുള്ളൊരു വാക്യം നോക്കാം. ഓക്കെ, ഈ ഫാസ്റ്റ് ഇത്രയും പറഞ്ഞ സയൻസാണ്. ഞാൻ വിചാരിച്ചു വചനമല്ലെന്നാണ് വിചാരിച്ചു. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഉടനെ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിനകത്ത് അതെന്താ പശ്ചാത്തലം? അവിടെ വാഗ്ദത്ത ദേശത്തെ പ്രാപിക്കാനായിട്ട് ആ ദേശം എങ്ങനെയുണ്ടെന്ന് ഒറ്റുനോക്കുവാനായിട്ട് പോയ ആൾക്കാരുടെ റിപ്പോർട്ടാണ് അവിടെ പറയുന്നത്. കർത്താവ് ഏത് വാഗ്ദത്തം തന്നോ അത് പ്രാപിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് എപ്പോൾ ഒരു വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നോ അത് വിശ്വാസത്തിലാണ് പ്രാപിക്കേണ്ടത്, അല്ലാതെ ഭയത്തിലോ സംശയത്തിലോ അവിശ്വാസത്തിലല്ല. സോ ഇവിടെ ഓവർ എസ്റ്റിമേഷനും അണ്ടർ എസ്റ്റിമേഷനും ഒക്കെ നമ്മൾ കാണാൻ പോവാം. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളായി തോന്നി. എന്തായാലും ഈ പോയവരൊന്നും വെട്ടുക്കിളിയൊന്നും അല്ല. അടുത്ത ശ്രദ്ധിച്ചാട്ടെ, അവർ ദൂരെ നിന്ന് നോക്കിയപ്പോൾ തന്നെ അവർ പേടിച്ചെന്നാണ് പറയുന്നത്. അടുത്ത ഭാഗം ശ്രദ്ധിച്ച ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. എങ്ങനെയാണ് നമ്മൾ ഭയത്തിനിടയ്ക്ക് നമ്മുടെ മസാല ചേർക്കുന്നത്? അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ. ഇവർ പോയി ചോദിച്ചോ, ഹലോ മല്ലൻ, ഞങ്ങളെ കണ്ടിട്ട് എങ്ങനെയുണ്ട്, വെട്ടുക്കിളിയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചോ? ഭയം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശരിയായി വി ലൂസ് ദി എബിലിറ്റി ഫോർ അപ്രൈസൽ ഓർ അസസ്മെൻറ്റ്. അതുകൊണ്ട് ദയവ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പേടിച്ചിരിക്കുമ്പോൾ ചെയ്യല്ലേ. വലിയ വലിയ തീരുമാനങ്ങൾ ഭയത്തിലല്ല എടുക്കേണ്ടത്. വലിയ വലിയ തീരുമാനങ്ങൾ ദൈവശബ്ദം കേട്ടിട്ടാണ് എടുക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മല്ലന്മാരാണെന്ന് മനസ്സിലായി. ഞങ്ങൾ വെട്ടുക്കിളികളാണെന്ന് പറഞ്ഞൊക്കെ വേണേൽ മനസ്സിലാക്കാം. നമുക്ക് ഇച്ചിരി കള്ളത്താഴ്മയൊക്കെ ഉണ്ടല്ലോ, ഞാൻ പുഴുവാ, കൃമിയാ, വേറെയാ, ഞാഞ്ഞൂല, ഇതെല്ലാം പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. ഞാൻ എന്തോ ഭയങ്കര ഹമ്പിളാണെന്നൊരു തോന്നലുണ്ട്. അതുപോലെ ആയിരുന്നായിരിക്കും ഇവരും, വലിയ വിശ്വാസികളൊക്കെ ആയിരുന്നായിരിക്കും. പക്ഷേ അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് ശരിയായില്ല. ദാറ്റ് വാസ് സംതിങ് ദാറ്റ് വാസ് ആഡഡ് എക്സ്ട്രാ ബൈ ദ ഫിയർ. അത് ഫിയർ ഞെരിക്കാൻ വേണ്ടി അവിടെ ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഓർത്തോണം, എൻ്റെ ചിന്താമണ്ഡലത്തെയും ഭയം തകർക്കുവാനായിട്ട് തുടങ്ങും. ഭയം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പൊതുവേ ഉള്ള
സ്വഭാവങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, അറ്റാക്ക് ചെയ്യുക. ഞാൻ ഓർക്കുന്നു, ഈ പാറ്റയെ കൊല്ലാനായിട്ട് ഞാൻ ഒരു വ്യക്തിയെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ ഭാര്യ നല്ല, എൻ്റെ ഭാര്യയല്ല, ഒരു വളരെ ഇമോഷണൽ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ പഠിപ്പിച്ചു. കുറേ കാലം പേടിച്ചു നിന്നാ ഈ പ്രാവശ്യം ചാടി വീണ അതിനെ ആകെ ഒരടി അടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതിനെ അടിച്ച്, അതിനെ വിളിക്കാവുന്ന ചീത്ത മുഴുവൻ വിളിച്ച്, അതിനെ ചതച്ച് അരച്ച്, പേടിയിലുള്ള നമ്മുടെ പൊതുവെയുള്ള ആദ്യത്തെ സ്വഭാവം എന്ന് പറയുന്ന അറ്റാക്കാണ്. രണ്ടാമത് സാധാരണ നടക്കുന്ന കാര്യം, അവിടെ പാറ്റ വന്നാൽ നമ്മൾ ഈ വഴി അങ്ങ് പോകും. ചിലപ്പം ഗോലിയാത്ത് ഇസ്രായേൽ മക്കളോട് ചെയ്തതുപോലെ അനുദിനം വന്ന് വിരട്ടിക്കൊണ്ടേയിരിക്കും. ഇസ്രായേൽ മക്കൾ ഫ്രീസ് ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയില്ല. പുറകോട്ടും പോകാൻ പറ്റത്തില്ല, മുന്നോട്ടും പോകാൻ പറ്റത്തില്ല. ഇസ്രായേൽ മക്കളെ ഫ്രീസ് ചെയ്തു. ഭയം നമ്മുടെ അകത്ത് കൊണ്ടിരുന്ന ബിഹേവിയർ ഇതാ. ശാസ്ത്രം പ്രൂവ് ചെയ്യുന്നതും തിരുവചനം പ്രൂവ് ചെയ്യുന്നതും ഒറ്റ കാര്യമാണ്. ഭയത്തെ ഹാൻഡിൽ ചെയ്യണത് ഈ രണ്ട് രീതിയിലുമല്ല. ഇറ്റ്സ് നോട്ട്, അല്ലെങ്കിൽ മൂന്ന് രീതിയിൽ. ഇറ്റ്സ് നോട്ട് ഫ്ലൈറ്റ് ഓർ ഫ്രൈറ്റ് ഓർ ഫ്രീസ്. ഇറ്റ് ഈസ് അബൌട്ട് ഫേസിങ് ദ ഫിയർ. ഹല്ലേലൂയ. അവിടെ ഇസ്രായേൽ മുഴുവൻ ഒരു യോദ്ധാവിന് മുമ്പിൽ പകച്ചു നിന്നപ്പോഴത്തേക്കും ദൈവത്തെ അറിയുന്ന ഒരു അഭിഷിക്തൻ അതിനെ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായി. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുക, ദാവീദ് എപ്രകാരം ആ ഭയത്തെ കീഴ്പ്പെടുത്തിയോ അതുപോലെ ആ മല്ലൻ്റെ വാളെടുത്ത് അവൻ്റെ തല തന്നെ അറുത്തിട്ട് നാം ഇന്ന് പോകും. എനിക്കറിയാം, ഞാൻ ഇന്ന് ഹൗ ടു ടാക്കിൾ എന്നുള്ള, ഫസ്റ്റ് ഇതൊരു കൊടുംചതിയായിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഹൗ ടു ടാക്കിൾ പറയാതെ വിടുകയാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ ഞാനിന്ന് ആത്മാവിൽ അതിനെ നേരിടുന്നതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ അല്പം പറഞ്ഞു തന്നു. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു, ആത്മാവിൽ അതിനെ നേരിടുന്നതിൻ്റെ കാര്യങ്ങളത് പറഞ്ഞു. നമുക്ക് ഈ സമയം അതിൽ ബലപ്പെടാം. അതിനുശേഷം എങ്ങനെ ചിന്താമണ്ഡലത്തിൽ ഭയത്തെ നേരിടാൻ കഴിയും, എങ്ങനെ എൻ്റെ ബിഹേവിയറിൽ എനിക്ക് ഫിയറിനെ ഓവർകം ചെയ്യാൻ കഴിയും. തിരുവചനം പറയുന്നൊരു കാര്യമുണ്ട്, നാവ് ഒരു കപ്പലിനെ നിയന്ത്രിക്കുന്ന റഡർ പോലെയാണെന്ന് തിരുവചനം പറയുന്നു. വലിയ കപ്പല, പക്ഷെ അതിനെ നിയന്ത്രിക്കുന്ന ആ ചെറിയൊരു ചക്രമാണ്, അല്ലേ? നമ്മുടെ ഏത് വാഹനം അതുപോലെ ആ നാവെന്നാ പറയുന്നത്. പക്ഷെ നാവെന്ന് പറയുന്നത് അങ്ങനെ മാറി നിൽക്കുന്ന ഒരു അവയവമല്ല, അതെവിടേക്കോ കണക്റ്റഡാ. തിരുവചനം പറയുന്നു അത് മനസ്സിലും ഹൃദയത്തിൻ്റെ ഇന്നർമാൻ്റെ കവിഞ്ഞൊഴുക്കിൽ നിന്ന് നാവ് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു വിടുമ്പോൾ ഐ വോണ്ട് യു ടു റിമെമ്പർ സം ഓഫ് ദ ബേസിക്സ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്. ഇന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയ ചില പ്രധാന കാര്യങ്ങൾ ഓർത്താട്ടെ. ഒന്ന്, എൻ്റെ അകത്ത് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിനെ ദൈവപൈതലായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ എൻ്റെ അകത്തുള്ളത് ഭയത്തിൻ്റെ ആത്മാവല്ല എന്നുള്ളത് ഉറപ്പായിട്ട് വിശ്വസിച്ചാട്ടെ. എൻ്റെ അകത്തുള്ളത് ഭയത്തിൻ്റെ ആത്മാവല്ല. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പം നിങ്ങളുടെ അകത്ത് എന്തെങ്കിലും ഭയമൊക്കെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഏറ്റു പറയണം, നീ എനിക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുള്ളതല്ല, ഞാൻ നിന്നെ നിരസിക്കുകയാണ്, ഞാൻ നിന്നെ എതിർക്കുകയാണ്. പിശാചിൽ നിന്നുള്ള സാധനത്തോടൊന്നും ചേർന്ന് നിന്ന് ഇങ്ങനെയൊന്നും അല്ല തള്ളേണ്ടത്, ഇങ്ങനെ അങ്ങ് തള്ളണം, എതിർക്കുകയാണ്. നമ്മൾ യഥാർത്ഥമായിട്ട് കാര്യമായിട്ട് തന്നെയാണെന്നുള്ള രീതിയിൽ. കാരണം പലർക്കും ഈ തിരുവചനം അറിയാത്തതുകൊണ്ട് ഇച്ചിരി ഒരു പേടിയാണ്. അതായത് വേണോ പാസ്റ്ററെ ഒരു തഞ്ചത്തിലൊക്കെ നിന്ന് അങ്ങ് ജീവിച്ചാൽ പോരെ, ആക്റ്റീവായിട്ട് വലിയ സംഘടനത്തിലൊക്കെ ഏർപ്പെടണോ? സംഘടനത്തിൽ ഏർപ്പെട്ടാലും ഇട്ടില്ലെങ്കിലും ശരി, വചനം പഠിച്ചില്ലെങ്കിൽ അവൻ നിങ്ങളുടെ ടൈം ആകുമ്പോൾ നിങ്ങളുടെ പുറകെ വരും. നമ്മൾ ജയിക്കാൻ വേണ്ടി കർത്താവ് എടുത്തു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഹല്ലേലൂയ. ഭയത്തിൻ്റെ ആത്മാവല്ല എനിക്ക് എൻ്റെ
ദൈവം എൻ്റെ പിതാവ് തന്നിരിക്കുന്നത്. ഇന്ന് അതുകൊണ്ടൊരു തീരുമാനം എടുക്കണം. എൻ്റെ പിതാവ് തന്ന ആത്മാവിനെ മാത്രമേ ഞാൻ സ്വീകരിക്കുന്നുള്ളൂ. ആ ആത്മാവിൻ്റെ ഫലം മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. രണ്ടാമതായിട്ട്, ഞാൻ എൻ്റെ കർത്താവിലായിരുന്നു. എൻ്റെ കർത്താവ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയാണ്. ആ പദ്ധതി നിവർത്തിക്കാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. I have great confidence in him. യോ എനിക്ക് കഴിവില്ല, സാരമില്ല, എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. അയ്യോ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞു പോയി. യേശുക്രിസ്തു 3.5 വർഷമേ ശുശ്രൂഷിച്ചുള്ളൂ. എത്രയോ ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും. So it is not about the number of years. കുറേ സമയത്തിൻ്റെ അല്ല. എൻ്റെ കർത്താവ് വിളിച്ചിരിക്കുന്ന പദ്ധതിയിലേക്ക് ഞാൻ വിശ്വാസത്തോടെ ചുവട് വച്ച് കയറുമെന്നുള്ള, ഇന്ന് നാം കുറേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം, നിങ്ങളുടെ നാവ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഭയത്തിൻ്റെതായിട്ടുള്ള ചിന്തകൾ വന്നാലും അത് പറയരുത്. ഞങ്ങളുടെ കാർ ഇന്നലെ സ്റ്റാർട്ടാവുന്നില്ല എന്ന് വൈകുന്നേരം തിരിച്ച് വന്ന് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോൾ സ്റ്റാർട്ടാവുന്നില്ല. അപ്പം ഞാൻ രാവിലെ സച്ചിനോടൊക്കെ ടെക്സ്റ്റ് ചെയ്തു, സച്ചിനെ ഇങ്ങനെ ഞങ്ങളൊന്ന് പിക്ക് ചെയ്യണമെന്നൊക്കെ. പക്ഷെ ഇന്ന് രാവിലെ എന്നാലും പിന്നെ ആലോചിച്ച് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യണമെന്നില്ല. അപ്പം സോന താഴേക്ക് എത്താനായിട്ട് ആവുക. അപ്പം സോന താഴേക്ക് പോവാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം എനിക്ക് പറയണമെന്നുണ്ട്, സോന സ്റ്റാർട്ടായില്ലെങ്കിൽ പറയണേ, ഓട്ടോയ്ക്ക് പോകാം എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ നാവിൻ്റെ അധികാരം വലുതാണ്. അപ്പം ഞാനത് പറഞ്ഞു, സോന സ്റ്റാർട്ടാവുമ്പം എന്നെ ഒന്ന് വിളിച്ചേക്കണേ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ കാറിലാണ് വന്നത്. നാവ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ യേശു ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് മാത്രം പോകാനായിട്ട് തിരിച്ചാട്ടെ. എത്രമാത്രം ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിലും നാവ് കൊണ്ട് അതിൽ അധികാരം കൊടുക്കാതെ, എൻ്റെ അകത്ത് ഭയം വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഞാൻ ദൈവത്തിൻ്റെ നന്മയെ ഞാൻ കാണും. എൻ്റെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാൻ ഇത്ര മാത്രം ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. ബട്ട് പാർട്ട് 2 വരും. മമ്മി റിട്ടേൺസ് എന്ന് പറയുന്ന പോലെ കർത്താവ് ഈ ദൂതുമായിട്ട് വീണ്ടും തിരിച്ചു വരാനായിട്ട് സഹായിക്കും. ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല കർത്താവ് തന്നിരിക്കുന്നത്. എൻ്റെ അകത്തുള്ളത് പുത്രത്വത്തിൻ്റെ ആത്മാവാണെങ്കിൽ എപ്പോഴെങ്കിലും നാം ഈ വചനം കേട്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം അത് പ്രവർത്തിക്കുവാനുള്ള അവസരം തരും. എപ്പോഴെല്ലാം നിങ്ങൾ ഭയപ്പെടുന്നോ, നമ്മുടെ തന്നിരിക്കുന്ന ആത്മാവ് വിളിക്കേണ്ട ഒരു വിളിയുണ്ട്. അബ്ബാ പിതാവേ, കർത്താവേ എന്നൊക്കെ വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദാസ്യത്തിൻ്റെ ആത്മാവിനെ ജയിക്കേണ്ടത് പുത്രത്വത്തിൻ്റെ ആത്മാവിനെയും കൊണ്ടാണെങ്കിൽ അബ്ബാ പിതാവേ എന്ന് വിളിച്ചു വീണ്ടും നിങ്ങളെ തന്നെ നിങ്ങളുടെ പുത്രത്വത്തിൽ ഉറപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഭയപ്പെടുന്നെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ സൂക്ഷിക്കുക. കൂട്ടായ്മയിലേക്ക് വന്ന് ജ്ഞാനമുള്ളവരോട് ചോദിച്ച് തീരുമാനങ്ങൾ എടുക്കാട്ടെ. ഞാനിത് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നാം പലരും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഭയങ്ങളുണ്ട്. ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ, അതാ ഫിയർ. നാം അതിൽ വിശ്വസിച്ചുവെങ്കിൽ നാം ഇന്ന് അനുദപിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ട്രൂ എവിഡൻസ് which is so real, that is the word of God. തിരുവചനത്തിൽ ഞാൻ എന്നെ തന്നെ ഉറപ്പിക്കാതെ, തിരുവചനത്തിൽ ഞാൻ വിശ്വസിക്കാതെ, ദൈവം പറഞ്ഞ
വാക്ക് കേൾക്കാതെ മറ്റേതോ റിപ്പോർട്ടിൽ, മറ്റേതോ ചിന്തകളിൽ, എൻ്റെ ഭാവിയിൽ നടന്ന ചില അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനെയെല്ലാമാണ് ഞാൻ ഗൗരവമായിട്ടെടുത്തത്. അത് അനുതപിക്കേണ്ട കാര്യമാണ്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിലും ആദാമിനോട് ദൈവം പറയുന്നത്, ഞാൻ പറഞ്ഞ വചനം കൂട്ടാക്കാതെ നിന്റെ ഭാര്യ പറഞ്ഞത് നീ കേട്ടതിനാ ശപിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ശാപമായിട്ട് ഭവിക്കരുത്. നമുക്കിന്ന് അനുതപിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങളോട് ക്ഷമിക്കണം. ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആമേൻ പറയാൻ മാത്രം നിങ്ങൾ ചിന്തിക്കാതെ, ഈ പ്രാർത്ഥനയോട് ചേർന്ന് നിങ്ങളുടെ വായ് തുറന്ന് നിങ്ങൾക്ക് അതിനോട് ചേർന്ന് എന്തെല്ലാം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുന്നു അതുപോലെ പ്രാർത്ഥിച്ചാട്ടെ. ഡാഡി, അബ്ബാ പിതാവേ, ഞങ്ങൾ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. ഞങ്ങൾ തെറ്റായിട്ടുള്ള ഈ ചിന്തകളെ അംഗീകരിച്ച് ഭയപ്പെട്ട് ജീവിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ ക്ഷമ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇന്ന് മുതൽ ഞങ്ങൾ പുത്രത്വത്തിൻ്റെ ആത്മാവിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ദാസ്യത്തിൻ്റെ ആത്മാവിനെ, അടിമത്തത്തിൻ്റെ ആത്മാവിനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ എതിർക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ, കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടി അയക്കപ്പെട്ടവർ. ഞങ്ങൾക്ക് ശുഭഭാവി വരും. ഞങ്ങൾക്ക് ശുഭഭാവി തരും. അങ്ങ് ഞങ്ങളുടെ അബ്ബാ പിതാവ് ഞങ്ങൾക്ക് അങ്ങയുടെ നിരൂപണങ്ങൾ പ്രകാരം, അങ്ങയുടെ പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് ശുഭഭാവി ഉണ്ടാകും. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഐ വോണ്ട് ടു റിക്വസ്റ്റ് യു ടു സ്പീക്ക് അഗൈൻസ്റ്റ് ദാറ്റ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനെതിരായിട്ടുള്ള ദൈവവചനപ്രകാരമുള്ള ചിന്തകൾ നിങ്ങൾ നാവുകൊണ്ട് അധികാരം കൊടുത്ത് നിങ്ങൾ സംസാരിച്ചാട്ടെ. എനിക്ക് ശുഭഭാവി വരും. എനിക്ക് എങ്ങനെയൊന്നും അറിയുകയില്ല. ഇന്ന് എൻ്റെ സാഹചര്യം കാണുമ്പോൾ അത് തോന്നുന്നില്ല. അതെന്തു തോന്നിയില്ലെങ്കിലും ഞാൻ തിരുവചനത്തോട് ചേർന്ന് തീരുമാനിക്കുന്നു, എനിക്ക് ശുഭഭാവി വരും. എൻ്റെ വിവാഹ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഞാൻ ദൈവത്തിൻ്റെ സൗഖ്യം കാണും. ദൈവം വിളിച്ചിരിക്കുന്ന ജീവിതത്തിൽ അതിൽ മുന്നേറുവാനുള്ള സാമ്പത്തിക അനുഗ്രഹം എനിക്ക് ലഭിക്കും. കർത്താവ് തന്നിരിക്കുന്ന താലന്തുകൾ ഉപയോഗിക്കുവാനുള്ള വഴികൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ ഫേവർ മുഖാന്തരം തക്ക തുണ അവരുടെ ജീവിതത്തിൽ ചേരും. എൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നിങ്ങൾ എന്ത് ഭയപ്പെടുന്നുവോ അതിന് അവസരം കൊടുക്കാതെ നിങ്ങൾ തിരുവചനത്തിലെ സത്യത്തിനോട് ചേർന്ന് നിങ്ങൾ പ്രസ്താവിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾ എതിർക്കുന്നു. കർത്താവേ, ഭയത്തിൻ്റെ സകല ഫലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് ഞാനിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ നിഷ്ഫലമാക്കുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവ് ആരിലെല്ലാം അത് കെട്ടിയിട്ടിരിക്കുന്നോ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തിലും എനിക്ക് തന്നിരിക്കുന്ന സ്ഥാനത്തിൽ നിന്നുകൊണ്ട് സഭയുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഭയത്തിൻ്റെ ആത്മാവ് വിട്ടുപോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. കർത്താവേ, സഭയിലെ ഓരോരുത്തരും, ദൈവമക്കൾ ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി ആരോഗ്യത്തോടുകൂടെ, ശക്തിയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, സുബോധത്തോടെ ശുശ്രൂഷിച്ച് ദൈവനാമത്തിന് എന്നും മഹത്വം കൊണ്ടുവരും. കർത്താവ് ഇത് ചെയ്യുകയാൽ നന്ദി. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.